മരണത്തിലും മനസ്സ് പതറാതെ മനോവൈകല്യമുള്ള രണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് കണ്ണുനീരിൻ്റെ മുഖമുള്ള ഒരമ്മ. ഒരു മാറ്റക്കല്യാണമാണ് ഇവരെ ഈ ദുരിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിലൊരു കുടുംബം വേർപിരിയാൻ തീരുമാനമെടുത്തപ്പോൾ സ്നേഹത്തിൽ കഴിഞ്ഞ ഈ കുടുംബവും വേർപിരിയണമെന്നായിരുന്നു കുടുംബക്കാരുടെ തീരുമാനം. അതിൽ മനം നൊന്ത് ഇവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ആ ആഘാതത്തിൽ പിറന്ന കുഞ്ഞ് മാനസിക ശാരീരിക വൈകല്യമുള്ളൊരു മകളായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഒരു വിവാഹം കഴിച്ചു. ആ മനുഷ്യനും അകാലത്തിൽ മരിച്ചു. അതിലൊരു മകനുണ്ടായി. ആ മകൻ 18ാമത്തെ വയസ്സിൽ ജോലിക്കിടയിൽ മരത്തിൽ നിന്ന് താഴെ വീണ് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. വലിയ ദുരിതത്തിലാണ് ഇവർ കഴിയുന്നത്. 2 ഭർത്താക്കന്മാർ, 2 പേരും മരിച്ചു. 2 കുഞ്ഞുങ്ങൾ, 2 പേരും ശാരീരിക മാനസിക വൈകല്യമുള്ളവർ. ഇവരുടെ വീടിന് അടച്ചുറപ്പില്ല, ജനലുകളോ വാതിലുകളോ ഇല്ല. 2 സ്ത്രീകളുള്ള ഈ വീട്ടിൽ വസ്ത്രം മാറുന്നതിന് പോലും അടച്ചുറപ്പുള്ളൊരു സംവിധാനമില്ല. ഇവരുടെ ടോയ്ലറ്റിന് പോലും ഒരു വാതിലില്ല. വലിയ കഷ്ടതയിലാണ് ഇവർ കഴിയുന്നത്. ആരാണ് ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത്? നോക്കൂ, അരക്ക് താഴേക്ക് തളർന്നു പോയ ഈ മകനും 65 വയസ്സുള്ള ഈ അമ്മയും 6 വയസ്സിൻ്റെ പോലും ബുദ്ധിയില്ലാത്ത ഈ മകളും ആരാണ് അധ്വാനിക്കേണ്ടത്? നല്ല മനുഷ്യർ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ഭവനത്തിന് വാതിലുകളും ജനലുകളുമൊക്കെ വെച്ചു കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ചില ജീവിതങ്ങൾ എങ്ങനെയാണ് ഒറ്റ മഴയിൽ ഒഴുകിപ്പോകുന്ന പെരുവഴി പോലെ ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്.